എല്ലാവരും വന്ന് തന്നെ കാണട്ടെ. ദൈവം നന്നായിട്ടുണ്ട്, ദൈവം അടിപൊളിയാണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണട്ടെ. നന്നായിട്ട് എല്ലാം നന്നായിട്ടുണ്ട്. സീരിയൽസ് ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും അതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം നന്നായിട്ട്. ആക്ടേഴ്സ് എല്ലാവരും അവരവരുടെ പാട്ട് വളരെ കൂടുതലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ സിനിമ ഇറങ്ങി പാടുന്ന ഒരു ചോദ്യമായിരുന്നു, ദൈവത്തോട് ഒരു വരം ചോദിക്കാൻ കിട്ടോടെ എന്തായിരിക്കും ചോദിക്കാന്നുള്ളത്. സിനിമ കണ്ടിറങ്ങിയ സ്ഥലയോട് ചോദിക്കാണ്. ദൈവത്തോട് ചോദിച്ചാൽ പോരെ. എന്നാലും ചുമ്മാ ഇടയ്ക്ക് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഞാനിത് പറഞ്ഞുകൊണ്ട് ദൈവം തരാതിരുന്നാലും നേരിട്ട് വെച്ചേക്കാം. താങ്ക് യു. എന്താണ് ഇതിൻ്റെ റൈറ്റർ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അഭിനയിച്ചത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചത്. ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ്ങാണ്. ദൈവം പൊളി. അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് പോലെ അറിയില്ല. ഇപ്പോൾ എന്തെങ്കിലും ആഗ്രഹം ചോദിക്കണമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നോർമലി എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ദൈവത്തിലുള്ള വിശ്വാസം പോവുക. കാരണം പല കാര്യങ്ങളും നടന്നാലേ ആവുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് കുറയും. നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്നില്ല, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ അത് അങ്ങനെയല്ല, നമ്മളെന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് നടക്കും. അതിൻ്റെ സമയമാണ്. നല്ലൊരു തോട് കൊടുത്തു നോക്കണ്ട. എന്തായാലും ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. തുടങ്ങി തീരുന്നത് വരെ എങ്ങനെ പടം തീരുന്നു പോകുന്നു പോലും അറിയുന്നില്ല. പുതിയ 2-3 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്, പുതിയ പിള്ളേരാണ്. ഫെബി പുതിയ ആളാണ്. ഏതാണ്ട് ഒരു ഇതുള്ളവരൊക്കെ പുതിയതാണ്. പിന്നെ പുതിയ ആൾക്കാർ സജു, സണ്ണിവേ, ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇല്ലല്ലോ. ഒരു വലിയ താരബഹളം ഒന്നും ഇല്ലാത്തൊരു സിനിമ. പുതിയ ആ കുഞ്ഞുങ്ങളും എന്ത് രസമൊക്കെ വെച്ച് ശരിക്കും മനസ്സിന് ഞാനറിയാതെ പോലെ ഞാനൊന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. അത്രയ്ക്ക് നല്ല രസവും നല്ല ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും ഈ സിനിമയിലൂടെ. അത് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. ഓക്കെ. മോക്ക് കിട്ടിയ പോലത്തെ ഒരു മുട്ടായി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ കിട്ടും. അപ്പോൾ ആ മുട്ടായി കിട്ടാത്തത് കൊണ്ട് ഒരു 50-50ആണ്. പക്ഷേ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് മുട്ടായി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവുമായിരിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് അല്ല 2025 ഒരു ബമ്പർ ഹിറ്റാണെന്ന് അടിച്ചു കയറുന്നു. മലയാളം ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി എങ്ങനെ ഇതാണ് പന്തലിക്കുന്നത്. മലയാളം ഇൻഡസ്ട്രി പന്തലിച്ചാലേ നമുക്ക് നമ്മളെപ്പോലുള്ള അത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗുണവും നമ്മൾ ഇൻക്ലൂഡിങ് നിങ്ങളെല്ലാവരും എന്തായാലും അങ്ങനെയാണ് സംഭവിക്കട്ടെ. ഫ്ലാഷ് വെക്കാനുള്ള ധൈര്യം നമ്മുടെ ചിത്രമായിട്ടൊരു ഫ്ലാഷ് വെക്കാനുള്ള അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ തീരുമാനമാണ്, നമ്മുടെ തീരുമാനമല്ല. പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു ഈ മൂവിയാണ്. ഫാമിലി എല്ലാവരും പോയി തിയേറ്ററിൽ പോയി മൂവി കാണാം. ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ആരും ഒ ടി ടിക്ക് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ പോയി ഫാമിലിക്കൊക്കെ വർക്കാവുന്ന മൂവിയാണെന്ന് തോന്നി. ലാസ്റ്റ് ഇമോഷണൽ സംഭവം വന്നപ്പോഴത്തേക്കും എല്ലാവരും സൈലൻ്റൊക്കെ ആയി. എല്ലാവർക്കും വർക്കാവുന്ന മൂവിയാണ്. എല്ലാവരും കരയൊക്കെ ചെയ്യുന്നുണ്ട്. സണ്ണിവേനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഗോഡ് ഇമോഷണലി കണക്റ്റായി. സെക്കൻഡ് ഹാഫ് ഭയങ്കര കണക്റ്റാവും. ഇരിക്കുന്ന പടം ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കാണാൻ പറ്റിയ നല്ല സണ്ണിവേൻ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഷാജിബും കുഴപ്പമില്ല, എല്ലാം ഫസ്റ്റ് വാച്ചുള്ള കണ്ടു പക്ക എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണുന്നതാണ്. എനിക്ക് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ റെസ്പോൺസ് തന്നെയാണ് ഓഡിയൻസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷ ഭാഗങ്ങളെല്ലാം ചിരിയും നമ്മൾ പ്രതീക്ഷ ഭാഗത്തുള്ള സൈലൻസ് പരിപാടിയെല്ലാം കിട്ടിയിട്ടുണ്ട്. മൂവി കഴിഞ്ഞും ഒരുപാട് പേര് വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട്, അത് കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ ഫാമിലീസിനും യങ്സ്റ്റേഴ്സിനൊക്കെ പടം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാണെന്ന് തോന്നുന്നു. എല്ലാവരും പോയി കാണുക, ഫ്രണ്ട്സിനോട് പറയുക. പത്മരാഗ അതുപോലെ തന്നെ മെഹബ് രണ്ടുപേരാണ് നമ്മളെ മറ്റ് 2 പുതിയ പിള്ളേരാണ്. പക്ഷേ അടിപൊളിയായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ബാക്കി ഇത് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി ഇതിൽ ബോർഡ് വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഈ പറഞ്ഞ ഭയങ്കര എന്തൊക്കെയോ പരിപാടി കാണിച്ചാൽ സാധാരണ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു, നമുക്ക് ഓരോ പരിപാടികൾ തരുന്നു. ആ രീതിയിലുള്ളൊരു ട്രാവലാണ്. അതായത് നമ്മളെ മനുഷ്യന്മാർക്ക് റിയലൈസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മറന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളൊരു യാത്രയായിട്ടാണ് ദൈവം ഇതിനെ കൊടുക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ മാജിക്കും പരിപാടിയും കാണിച്ചിട്ടൊന്നുമില്ല.
ഇതിൽ ഗോഡിൻ്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ ദൈവം ഈ പറഞ്ഞ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊരു സാധനമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചത്. പിന്നെ കുറച്ച് മെസ്സേജ് കറൻ്റ് ഇപ്പോൾ നടക്കുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റിയുള്ള മെസ്സേജുകൾ നമ്മൾ ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് വർക്കാവുന്ന പ്രതീക്ഷയുണ്ട്. അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ സാധനം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇതാണ് എൻ്റെ കോറൈറ്റർ. അപ്പോൾ അതാണ് വ്യത്യസ്തമാക്കുന്നത് ദൈവത്തിന്. ഈ പറഞ്ഞ പോലെ നോർമലി വന്ന് ഭയങ്കര മാജിക് പരിപാടി കാണിച്ച് പോകുന്നതല്ലാതെ ഒരു മനുഷ്യനായുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇതിന് കൂടുതൽ ഇതിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് ഫാമിലി, അതായത് അതിനകത്ത് 1-2 മെസ്സേജുകളുണ്ട്. ഒന്നല്ല 1-2 മെസ്സേജുകളുണ്ട്. അത് കാണുന്നവർക്ക് എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന എല്ലാവർക്കും അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അതുപോലെ പാരൻസ് ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികൾ മുതൽ വരെ ഒരു +2 ഡിഗ്രി വരെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ പാരൻസിന് കാണുമ്പോൾ അവർക്ക് ഒരുപാട് ലേറ്റ് ആവും. അവരുടെ മക്കളെ പറ്റിയുള്ള ഒരു തോട്ട് ഉണ്ട്. അതൊക്കെ നമ്മളിതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫും ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ള രീതിയിൽ നമ്മളത് എഴുതാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരുടെ ലൈഫും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ വൈശാഖ് വിജയൻ്റെ ക്യാരക്ടർ വന്ന അവൻ്റെ കഥ, അവരുടെ അച്ഛൻ്റെ കഥ, ഈ പറഞ്ഞ പോലെ സൈജുവേട്ടൻ ഈ പറയുന്ന പോലെ ആളുടെ ക്യാരക്ടർ, അമ്മേൻ്റെ ക്യാരക്ടർ, അതിന് നമ്മളൊരു കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ കുറേ മെസ്സേജ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവുന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ ഇമോഷൻ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കണ്ടു നിറഞ്ഞപ്പോൾ അത് വർക്കായി എന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി ഓഡിയൻസിൻ്റെ കാര്യമാണ്. ഞങ്ങൾ ഹാപ്പിയാണ് കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്.